ഞാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അന്നു മുതൽ ഫാദർമുല്ല ഹോസ്പിറ്റലിൽ ജോലി ചെയ്യായിരുന്നു. അന്നത്തെ ആ സാഹചര്യത്തിൽ I had a plan to go to America because all my classmates were moving to America. At that time it was an interest also. So suddenly, due to some problems, because my father died, so we conceived along with my father and father-in-law to start a hospital in Mangalore. അങ്ങനെയാണ് ഈ യൂണിറ്റിന്റെ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് പുതിയ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. ദാറ്റ് വാസ് ഇൻ 1978. അത് ടോട്ടലി ഡിഫറെന്റ് കമ്പയറിംഗ് ടു അതർ ഹോസ്പിറ്റൽസ് ആൻഡ് നഴ്സിംഗ് ഹോംസ്. ഇറ്റ് ഈസ് നോട്ട് അതിന്റെ പേര് തന്നെ ഒരു വ്യത്യസ്ത പേരാ, യൂണിറ്റി ഹെൽത്ത് കോംപ്ലക്സ്. എവറി വേർഡ് വാസ് ചൂസൺ selectively. It is not by chance. സാധാരണ എല്ലാവരും പേരിടുന്നത് അവരെ യൂഷ്വലി സ്വന്തം പേരോ അല്ലെങ്കിൽ വേറെ വല്ല നാട്ടിന്റെ പേരോ കുടുംബത്തിന്റെ പേരോ ആയിരിക്കും. അതായിരുന്നില്ല. യൂണിറ്റി ഹെൽത്ത് കോംപ്ലക്സ്. യൂണിറ്റി മീൻസ് എ വെരി പോപ്പുലർ നെയിം ഓൾ ഓവർ ദ വേൾഡ്. പീപ്പിൾ വാണ്ട് യൂണിറ്റി, യൂണിറ്റി ഓഫ് മാൻകൈൻഡ്, യൂണിറ്റി ഓൺനെസ്, യൂണിറ്റി ഓഫ് ഗോഡ്. അതേ രീതിയിൽ തന്നെ ഹെൽത്ത് ഈസ് എ പോസിറ്റീവ് ടേം. ഇത് എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കോംപ്ലക്സ് ആയിട്ട് കൺസീവ് ചെയ്തിരുന്നു. ഞങ്ങളെ പ്ലാനിങ് തന്നെ അങ്ങനെയായിരുന്നു. ദ പ്ലാനിങ് വാസ് ഓൾസോ വി ഹാഡ് എ ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ. നിങ്ങൾ കാണാം, ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് ആർക്കിടെക്ചറൽ തെറാപ്പി. പേഷ്യന്റ് ഈ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെത്താൻ റിക്കവർ എന്നുള്ളൊരു ഡിസൈൻ കൺസെപ്റ്റ് ആയിരുന്നു ആ സമയത്ത്. പിന്നീട് ഇന്നത്തെ ഈ ഇന്നത്തെ ഈ ആരോഗ്യ രംഗത്തിൽ നോക്കുകയാണെങ്കിൽ മോഡേൺ മെഡിസിനിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് 3 ഏരിയയിലാണ്. ഒന്ന് ക്യൂരേറ്റീവ്, പിന്നൊന്ന് ഡയഗ്നോസിസ്, പിന്നൊന്ന് എമർജൻസി മാനേജ്മെന്റ്. എമർജൻസി മാനേജ്മെന്റും ഡയഗ്നോസിസും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു മോഡേൺ മെഡിസിനിൽ നമ്മൾ രോഗത്തെ മനസ്സിലാക്കുക, അതെങ്ങനെയാ രോഗം എന്നുള്ളത് മനസ്സിലാക്കുക, അതാണ് ഏറ്റവും വലിയ നമ്മളെ ഒരു അച്ചീവ്മെന്റ് മോഡേൺ മെഡിസിൻ. രണ്ടാമത്തത് എമർജൻസി മാനേജ്മെന്റ്. പെട്ടെന്ന് ഒരു പേഷ്യന്റ് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ആക്സിഡന്റോ അല്ലെങ്കിൽ സ്ട്രോക്കോ മോഡേൺ മെഡിസിന്റെ ആ രീതിയിലുള്ള ചികിത്സ വേറെ യാതൊരു ഫീൽഡിൽ നമ്മൾ അത്ര എളുപ്പത്തിൽ കിട്ടുകയില്ല. അത് മോഡേൺ മെഡിസിന്റെ പിന്നെ ഒരു മെച്ചമാണ്. ഇതിനെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു നമ്മൾ അന്നത്തെ പ്രവർത്തനം. വി ആർ ഗുഡ് ഇൻ എമർജൻസി മാനേജ്മെന്റ് ആൻഡ് ഓൾസോ ഇൻ ഡയഗ്നോസിസ്. പിന്നെ ഒന്നുള്ളത് എലക്റ്റീവ് തെറാപ്പി എന്ന് വെച്ചാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജറി ഇത് ചെയ്യാനുള്ള സൗകര്യം. അതും ഈ ആധുനിക ആശുപത്രിയിൽ നമ്മൾ സാധാരണ കാണാറുണ്ട്. അതും കൂടി ഒന്നിച്ചേർന്നായിരുന്നു ഈ ഹോസ്പിറ്റലിന്റെ പ്ലാനിംഗ്. യൂണിറ്റി ഹോസ്പിറ്റലിന്റെ മറ്റാശുപത്രികളുടെ പ്രത്യേകത എന്താണ് അതിന്റെ സൗകര്യങ്ങളുടെ കാര്യത്തിൽ? ബൈ ഇന്റഗ്രേറ്റിംഗ് ദ പ്രിവെന്റീവ് സൈഡ്സ് ഓഫ് ഡിസീസസ് ആൻഡ് പ്രൊമോട്ടീവ് സൈഡ്സ് ഓഫ് ഹെൽത്ത് അലോങ് വിത്ത് ക്യൂർ. there's something a new approach. അത് ആരും ഇതുവരെ ചെയ്തിരുന്നില്ല. അതായിരുന്നു ഒരു മെച്ചം. അതിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, ഡിസീസ് എങ്ങനെയാ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതെല്ലാം എ പാർട്ട് ഓഫ് അവർ കൺസെപ്റ്റ് ഡിസൈൻ. ആ സമയത്ത് മച്ച് ഹെഡ് ഓഫ് ദോസ് ടൈം. ആ സമയത്ത് ഇങ്ങനെ ആരും വിചാരിച്ചിരുന്നില്ല. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് സാധാരണ എല്ലാവരും ഹെൽത്ത് പ്രൊമോഷനും സ്പാവും മറ്റ് എല്ലാ ഇതും കൺസെപ്റ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൽനെസ് ടു വെൽനെസ് ഇൻഡസ്ട്രിയായി മാറുകയാണ്. ഞങ്ങൾ ആദ്യം തുടക്കത്തിൽ തന്നെ ഹെൽത്ത് ഒരു പോസിറ്റീവ് സൈഡായി കൺസിഡർ ചെയ്തിരുന്നു. അതായിരുന്നു ഇതിന്റെ ഒരു വ്യത്യസ്തത. ആശുപത്രികളുടെ നഗരമെന്ന് വിശേഷിക്കപ്പെടുന്ന മംഗലാപുരത്ത് തനതായ പ്രവർത്തന ശൈലി കൊണ്ടും ജനവിശ്വാസം ആർജിച്ചുകൊണ്ടും യൂണിറ്റി ഹെൽത്ത് കോംപ്ലക്സ് വളർച്ചയുടെ പടവുകൾ കയറുകയാണ്. നഴ്സിംഗ് കോളേജുകളും നഴ്സിംഗ് സ്കൂളുകളും ഉൾപ്പെടെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും യൂണിറ്റി ഹെൽത്ത് കോംപ്ലക്സ് മുഖമുദ്ര പതിപ്പിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട സേവന പരിയിലൂടെ മനുഷ്യജീവിതത്തെ അടുത്തറിഞ്ഞ ഡോക്ടർ ഹബീബ് റഹ്മാൻ ജനനങ്ങളുടെ ആഹ്ലാദത്തിനും മരണങ്ങളുടെ തേങ്ങലുകൾക്കും ഒരുപോലെ സാക്ഷിയായി. സാറിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു സംഭാവന അല്ലെങ്കിൽ അനുഭവമായിട്ട് തോന്നുന്നത് എന്താണ്? The enormous suffering of the people, both the patients, the relatives and the connected people, at that particular moment they are totally helpless and they want somehow to regain their health and life. A moment of thinking, if there is another occasion, people would have been more peaceful and harmonious. Other helpless situation, many a time I have seen, kore aalkare we want to save them,
we could not save them with best of medical facilities. അതേ സമയത്ത് ചില ആൾക്കാർ we never thought they will live, they have lived. അതിന് I have no explanation except there is a supreme will above all of us. അത് simply we accept and submit. Whether my personal experience. What we think we can do is limited. What is the will of God is something which you have to accept.